എടാ വെള്ളറട കുരിശുമല ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു രാത്രി 9-9:30 സമയമായപ്പോൾ ഇറങ്ങി നേരെ വെച്ച് പിടിച്ചത് കുരിശുമലയിലോട്ട്. ആ ദൂരെ കാണുന്ന പൊട്ടുപോലത്തെ വരി കണ്ടോ, അതാണ് നമ്മുടെ കുരിശുമല. അത് മൊത്തം നമ്മൾ ഇനി നടന്ന് കയറണം. നമ്മൾ വന്നത് ഇത്രയും പേര് ഒരുമിച്ചാണെങ്കിലും അവസാനം മല കയറാൻ നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് നേരം നടന്നിട്ടാണ് മലയുടെ എൻട്രൻസ് പോലും കണ്ടത്. അതോടെ ഏകദേശം മനസ്സിലായി മലയ്ക്ക് എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന്. അങ്ങനെ കുറെ നടന്ന് നമ്മുടെ ടാറിട്ട റോഡ് പതുക്കെ കോൺക്രീറ്റ് ഇട്ട റോഡ് പതുക്കെ കല്ലുകൾ നിറഞ്ഞ വഴിയായി തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോകുന്നതോടെ നേരെ വേണ്ട ഒരു വഴി പോലും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് എത്തി. ഒരുപാട് കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറിയൊക്കെയാണ് വന്നെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഉണ്ടല്ലോ മനസ്സങ്ങ് നിറഞ്ഞ്. അങ്ങനെ കുറെ നേരം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരം നടന്ന് നമ്മൾ കയറി പോകേണ്ട വഴി വരെ എത്തി. അങ്ങനെ വീണ്ടും കുറെ നേരം നമ്മൾ നടന്ന് നമ്മുടെ അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള മലയുടെ ഏറ്റവും ടോപ്പ് വശത്തെത്തി. സത്യം പറഞ്ഞാൽ ഈ മലയുടെ മണ്ടയിലെത്തിയത് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കയറി വന്നെങ്കിലും ഈ കല്ലിന്റെ മണ്ടയിൽ കയറി ഈ കാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മുടെ സൂര്യൻ ഉദിച്ചു വരാൻ വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ സൂര്യൻ പതുക്കെ ഉദിച്ചൊക്കെ വന്ന് എല്ലാവരുടെയും മുഖത്ത് മഞ്ഞ വെളിച്ചം അടിച്ചു. മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിതാ എഴുന്നള്ളുന്നു. അവൻ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. ലൈറ്റ് പറ്റി സൺറൈസ്. അങ്ങനെ നമ്മുടെ കുരിശും സൂര്യനെയും എല്ലാരെയും കണ്ടിട്ട് നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഈ മലയുടെ ശരിക്കുള്ള ഭംഗി നമ്മൾ കണ്ടത്. ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ വെള്ളറട കുരിശുമല.